ഹലോ ഓൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടി ഒരു യാത്ര പോവാണ്. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു യാത്രയാണ്. പക്ഷേ പ്ലാൻ ചെയ്യും നടക്കാറില്ല. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലമാവാൻ പോവുകയാണ്. അങ്ങനെ എന്തായാലും യാത്ര തിരിച്ചു. നമ്മൾ KSRTC ബസ്സിലാണ് പോകുന്നത്. ഏകദേശം ഒരു 10 മണിക്കൂർ നീണ്ട യാത്രയുണ്ട്. അപ്പോൾ ഇന്ന് പോകുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ ബസ്സിലെല്ലാം കയറി ഇരുന്ന് ഹുഡിയൊക്കെ ഇട്ട് റെഡിയായിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു ബസ്സിൽ. പക്ഷേ ഇത്രയും ലോങ് ആണെങ്കിലും വലിയ രീതിയിലുള്ള ടയർഡ്നെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഫ്ലാറ്റായി. പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ എപ്പോഴോ ഉറങ്ങിപ്പോയി. അങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയപ്പം ഏകദേശം കാസർഗോഡൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. കുറേ നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നു. നമ്മുടെ കേരളത്തിലെ റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് തന്നെ ബസ് ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ കാസർഗോഡ് കഴിഞ്ഞ് മാംഗ്ലൂരൊക്കെ ആയപ്പോഴത്തേനും നല്ല രീതിയിൽ സ്പീഡൊക്കെ എടുത്ത് പോകാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബോറടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നേരം കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിരിക്കാം. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യൂ കിട്ടുമല്ലോ, റോഡൊക്കെ കുറച്ചും കൂടി കാണാം. അങ്ങനെ ഞാൻ ജസ്റ്റ് ഡ്രൈവർ ചേട്ടൻ്റെ ഇപ്പുറത്തെ സീറ്റിലേക്ക് കയറി അങ്ങിരുന്നു. അങ്ങനെ ഞാനും ചേട്ടനും ഭയങ്കര കമ്പനിയായി. ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലേക്ക് കയറി. അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേനും ഓൾമോസ്റ്റ് രണ്ട് സൈഡും ഫോറസ്റ്റൊക്കെ ആയി തുടങ്ങി. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൽ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രി. ഒരുപാട് സന്തോഷം തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ. കാരണം കുറേ ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്കാണ് എത്തിപ്പെട്ടത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് എത്തി. നമ്മൾ റൂം എടുത്തത് ബീന റെസിഡൻസിയിലായിരുന്നു. റൂമും അത്യാവശ്യം നല്ല റൂമായിരുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി. ഞാൻ സാരിയൊക്കെ ഉടുത്ത് നല്ല സുന്ദരിയായി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഞാനും അമ്മയും കൂടി അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് റൂം എടുത്തത്. അങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ക്യൂവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദേവിക്ക് കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് നടന്നു. അമ്മയും ഞാനും മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിന്നപ്പോൾ. കാരണം കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത്രയ്ക്ക് എളുപ്പമല്ല ഇവിടേക്ക് എത്തിപ്പെടാൻ. ദേവിയെ വിളിച്ചാലേ ഇങ്ങോട്ട് വരാൻ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 16 വർഷം മുമ്പ് എന്തോ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ലാസ്റ്റ്. പിന്നെ ഇപ്പോഴാണ് എനിക്ക് വരാൻ ഒരു ഭാഗ്യം ഉണ്ടായത്. അങ്ങനെ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ടായിരുന്നു. വലിയ തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ രഥത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഏകദേശം സന്ധ്യയാവാറായി. നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ചെന്നത്. അപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ചായിട്ട് തിരക്കൊക്കെ തുടങ്ങി. ദീപാരാധനയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഈ മണ്ഡപത്തിലിരുന്ന് ഞാൻ പാട്ടൊക്കെ പാടി. അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. കുറേ നേരം അവിടെ ഇരുന്നു. കുറേ പേരൊക്കെ അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ സന്ധ്യയായി. അതനുസരിച്ചിട്ട് തിരക്കും കൂടുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ നടയൊക്കെ അടയ്ക്കാനുള്ളതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി അകത്ത്. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിൽക്കായിരുന്നു കുറേ നേരം. ശരിക്കും പണ്ട് വന്നതായതുകൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ട് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ആ മണ്ഡപത്തിലിരുന്ന് പാട്ട് പാടിയതും ഡാൻസ് കളിച്ചതൊക്കെ എനിക്കറിയാം. അല്ലാതെ എനിക്ക് എൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ സ്ഥലവും ഒന്ന് നടന്ന് കണ്ടു മൊത്തത്തിൽ. അങ്ങനെ ഫൈനലി നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നു. അപ്പോഴേക്കും തിരക്കെല്ലാം കുറഞ്ഞു. ഏകദേശം 8, 8:30 ഇറങ്ങിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം വീഡിയോ കാണുന്നതിൽ. അപ്പം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അതിനൊരു സമയമാകുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ വരാൻ സാധിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.